രേഷ്മ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട്, തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുക എന്നുള്ള ചൂടൊക്കെ ഒന്ന് അവസാനിച്ചു. ഇനി വോട്ടെണ്ണൽ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കേരളക്കരെ ആകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന രാഷ്ട്രീയ എന്ന് പറയുന്നത് പേരാമ്പ്രയിലെ രാഷ്ട്രീയമാണ്. പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണനെ 1980-കളിൽ മുതൽ LDFന്റെ കുത്തകയായിരുന്ന പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലം ഈ ഒരു പ്രാവശ്യം പേരാമ്പ്രയിലെ LDFന് ഒരു ആശങ്ക ഉണർത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രാവശ്യം മത്സരിപ്പിച്ചിരിക്കുന്നത് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ്. എന്തിനാണ് ഇത്രയധികം ഈ ഒരു പെൺകുട്ടിയെ LDF ഭയക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതായത് ഈ പെൺകുട്ടി ആ മണ്ഡലം തൂത്തുവാരുമോ എന്നൊരു ഭയം LDFന് നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് പ്രചാരണങ്ങളും ഒരുപാട് സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങളും സൈബർ അറ്റാക്കുകളും ഒക്കെ ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് പേരാമ്പ്രയിലെ രാഷ്ട്രീയം? പേരാമ്പ്രയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യ പറയുന്നത് പോലെ തന്നെ 1980 മുതൽ ഇങ്ങോട്ടേക്ക് വരെ CPMന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം അത് ജനങ്ങളിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അവിടെ ഒരു വലിയ മുന്നേറ്റം വന്നതും. അതുപോലെ തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജെൻസി കുട്ടീനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതും അവിടെ ഒരു വലിയ പ്രതീക്ഷ അവർ ചെയ്യുന്നത്. കാരണം ചെറുപ്പക്കാർ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വന്ന സമയത്ത് അവിടെ ഒരു വർഗീയ പ്രചാരണം ഉണ്ടായിരുന്നു. അതായത് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെ, ആ ഒരു വിവാദത്തിന് ശേഷം അവർക്കറിയാം അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഈ CPM ഭരണം മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. 4ാം തവണയാണ് TP രാമകൃഷ്ണൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് അവിടെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര അവിടെ വലിയൊരു മുന്നേറ്റം UDFന് കൊണ്ടുവരാൻ സാധിച്ചത്. പറയുന്ന പോലെ തന്നെ ഈ ഷാഫി പറമ്പിലിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്കാണ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ കാഫർ വിവാദം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ആ സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് സൈബർ ഇടങ്ങളിലും അല്ലെങ്കിൽ വാട്സപ്പുകളിലും, സൈബർ ഇടങ്ങളിലല്ല വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതിങ്ങനെയായിരുന്നു: നമ്മളുടെ 5 നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പിലിനെ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കാഫറായ ഒരു സ്ത്രീ, അവർക്ക് വേണ്ടി നമ്മൾ ആരും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും? ഇതൊരു SDPI പ്രവർത്തകരുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ടാണ്, അവരുടെ ഒരു ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ടാണ് എന്ന തരത്തിലാണ് ഇത് പുറത്തു വന്നത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും കേസ് അന്വേഷണം എന്ന് എങ്ങും എത്തിയില്ല എങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ വരുന്നു, ഇതൊരിക്കലും ഒരു CPI ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും വന്നൊരു സ്ക്രീൻഷോട്ട് അല്ല, മറിച്ച് LDFന്റെ തന്നെ LDF തന്നെ പടച്ചുവിട്ട കുറെ സ്ക്രീൻഷോട്ടുകളിൽ ഒന്നായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വർഗീയ വിദ്വേഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് അന്ന് UDFനൊന്ന് തകർക്കാം എന്നൊക്കെ ഒരു ഉദ്ദേശത്തിലായിരുന്നു ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഫാത്തിമ തഹ്ലിയാണ് ആ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്, അല്ലേ? ഫാത്തിമ തഹ്ലിക്ക്, അതായത് അന്ന് ഈ ഷാഫി പറമ്പിലിനെതിരെ ഈ പറയുന്നത് പോലെ തന്നെ DYFI പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് പിന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷെ ആ കേസ് അതുവഴി അങ്ങ് മുങ്ങിപ്പോയി. പക്ഷെ ഇത്തവണ നോക്കിക്കേ, ഒരു ജെൻസി കുട്ടീനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണ്. അവർക്ക് വലിയ പിന്തുണ ഉണ്ടാകുകയാണ്. ഒരു സ്ത്രീയാണ്, അതിലുപരി വലിയൊരു പിന്തുണ ഉണ്ടാവുന്നുണ്ട്. അത് യുവജനങ്ങൾക്കിടയിലുള്ള വലിയ യുവജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ വലിയ പിന്തുണയുണ്ട്. അത് ഈ CPMനെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അത് ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഇപ്പം ഈ ഫാത്തിമ തഹ്ലിക്കെതിരെയും ഒരു അനൗൺസ്മെന്റ് CPM നടത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ വോട്ട് കൗമിയിലെ കുട്ടിക്ക് എന്നാണ് ലീഗ് പ്രചാരണം നടത്തുന്നത് എന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയത്. അപ്പം ഇങ്ങനെ ഓരോ തവണയും ഈ സീറ്റ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലങ്ങൾ പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും CPMനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. അതായിരുന്നു അന്ന് ഷാഫി പറമ്പിലിന്റെ നമ്മൾ കണ്ടൊരു കാര്യം. ഇന്ന് ഫാത്തിമ തഹ്ലിയിലും ആ ഒരു സംഭവം വന്നിരിക്കുകയാണ്. അല്ല, ഇത് LDFന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതികൾ വെച്ച് നോക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്ന ഒരു രീതി എപ്പോഴും അവലംബിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അത് ഷാഫി പറമ്പിലിന്റെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യുക, അതായത് നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുക, നമ്മളുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാതെ പറയുന്നത് ഈ ഒരു കാര്യത്തിലൂടെ. അപ്പോൾ അതിൽ നിന്നും പക്ഷേ ഇതിന് ഏറ്റവും അധികം മറ്റൊരു രേഷ്മ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 4ാമത്തെ വട്ടമാണ് ഇപ്പോൾ ഈ TP
രാമകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ള ഒരു വ്യക്തിയാണ്. 3 പ്രാവശ്യം എന്നൊരു ടേം കഴിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ അദ്ദേഹത്തെ തന്നെ നിർത്തണം എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ അവിടെ പാർട്ടി വല്ലാതെ ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. മറ്റൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തത്തുല്യനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM-ന് അവിടെ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ്. അതായത് മറ്റൊരാളെ കൊണ്ടുവന്നാൽ ഉറപ്പായും തോൽക്കും, എന്നാൽ ഇദ്ദേഹത്തെ നിർത്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നൊരവസ്ഥയിലേക്ക് CPM അവിടെ മാറപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന് വലിയ ആശങ്കയുണ്ടായി. കാരണം കയ്യിൽ നിന്ന് എല്ലാം പോയി എന്നുള്ളത്. ഇപ്പൊ ഭരണം മൊത്തം അവിടെ UDF ആണ്. അപ്പൊ ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നും CPM-ന് ഇല്ല എങ്കിൽ തന്നെയും ഇനി 4ാം തവണ അദ്ദേഹത്തെ തന്നെ നിർത്തിയത് അതുകൊണ്ടാണ്. പിന്നെ മറുവശത്ത് ഈ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരിയാണ്, അതിന്റെ ചുറുചുറുക്കുണ്ട്. അതെ, അത് ഏറ്റവും വലിയ വസ്തുതയാണ്. ശരിയാണ് കേട്ടോ പറഞ്ഞത്. ഒരിക്കലും ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിക്ക് ഇത്ര വലിയ ഒരു മുതിർന്ന നേതാവിനെ, അതായത് LDF കൺവീനറായ ഒരു വ്യക്തിയെ നേരിടാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് LDF ആണ് എന്ന് പറയുമ്പോൾ ഫാത്തിമ തഹ്ലിയയുടെ വിജയം അവിടെ അടിവരയിട്ട് ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ചെറിയൊരു പെൺകുട്ടിയെ ഒരിക്കലും ആ പെൺകുട്ടി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഈ മുസ്ലിം ലീഗിനെ തന്നെ വിമർശിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പല അവസരങ്ങളിലും. പല സമയത്തും അവരോട് കൂടെ നിൽക്കുന്ന പെൺകുട്ടി, അതായത് ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടി വർഗീയതയൊന്നും അവിടെ ആ പെൺകുട്ടിക്ക് വിഷയമല്ല, അല്ലെങ്കിൽ സ്വന്തം ജാതിയോ മതമോ ഒന്നുമല്ല ആ പെൺകുട്ടി അവിടെ കണക്കാക്കുന്നത്. പ്രവർത്തിക്കാൻ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നുള്ള ഒരു എന്താ പറയുന്നത്, ആ ഒരു രീതി ആ കുട്ടിക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയയ്ക്ക് ഒരുപാട് ഫാത്തിമ തഹ്ലിയയുടെ പ്രസ്താവനകളും നിലപാടുകളും അവർ ഉറച്ചു പറയുന്ന കാര്യങ്ങളുമാണ് അവിടുത്തെ ജനങ്ങളും ഈ പറയുന്നത് പോലെ. പിന്നെ മാറ്റം വരണം എന്ന് പറയുന്ന അത് തന്നെ, മാറ്റം വരണം എന്ന് പറയുന്ന യുവജനങ്ങൾക്കിടയിൽ ആ പെൺകുട്ടി ഒരു ഐക്കണായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫാത്തിമ തഹ്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നാടിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. യുവാക്കൾക്കിടയിൽ മാത്രമല്ല, ഈ യുവാക്കൾക്കിടയിൽ എന്ന പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും, ഒപ്പം തന്നെ സ്ത്രീപക്ഷ വോട്ടുകളും, ഇനി ഇതിനേക്കാൾ എല്ലാം ഉപരിയായി നിഷ്പക്ഷരായ ഒരുപാട് പേരുടെ വോട്ടുകളും ഫാത്തിമ തഹ്ലിയെ തേടി എത്തും എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോഴാണ് LDF-ന് വളരെയധികം ആശങ്ക ഉണ്ടാവുന്നതും. ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രചാരണം, അത് രേഷ്മ പറഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അതൊന്ന് പറഞ്ഞോളൂ, എന്തായിരുന്നു ആ ഒരു പ്രചാരണം, ഫാത്തിമ തഹ്ലിയയ്ക്ക് നേരിട്ടൊരു പ്രചാരണം? അതായത് ഇത് ഞങ്ങളുടെ കൗമിയിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഗീയത കൊണ്ടുവരിക. ഒന്ന് നമുക്ക് CM-ന്റെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് വരെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം SDPI വിഷയത്തിലും മുസ്ലിം ലീഗ് വിഷയത്തിലും മറുപടി പറയാതെ മൗനം പാലിക്കുന്ന പല ഇടത്തും നമ്മൾ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രി. അതുപോലെ തന്നെയാണ് അത്തരം ഒരു, അതായത് വർഗീയത കുത്തി നിറയ്ക്കാൻ നോക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അപ്പം ആ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് വർഗീയത വന്ന് ഇവിടെ തമ്മിലടിപ്പിക്കുക, കുത്തി നിറയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ജാതിയെയും മതത്തെയും ഉപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്. അതെ, ഇതായത് ഈ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? അന്ന് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടെത്തിയിരുന്നു, അതിന്റെ പിന്നിൽ DYFI പ്രവർത്തകരായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ കേസ് എന്തായി, അത് തേഞ്ഞു മാഞ്ഞു പോയി. ഇപ്പം ഈ രണ്ടാമതും ഇങ്ങനെ എന്തായാലും ഈ ഫാത്തിമ തഹ്ലിയ ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ആവശ്യം. കാരണം ഇനി തുടർഭരണം ആരുടേതെന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് ആ കേസിന് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമോ എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിനെതിരായ ഇത്തരത്തിൽ മുന്നോട്ട് പോയപ്പോഴും ആ കേസ് ഭരണപക്ഷ ആയതുകൊണ്ട് തന്നെ ആ കേസ് എങ്ങും എത്തിയില്ല എന്നുള്ളതായിരുന്നു. DYFI പ്രവർത്തകരാണ് അതിന് പിന്നിലെന്ന് ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ തെളിഞ്ഞിട്ടും അതെങ്ങും എത്താൻ സാധിച്ചില്ല. അതെ, പക്ഷെ അതിനുശേഷം ഇപ്രാവശ്യവും ഭരണം മാറുകയാണ് എങ്കിൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് പിന്നിൽ ആരാണ്, അത് നമുക്കറിയാം. TP രാമകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് വന്ന ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത്. പക്ഷെ അതുപോലും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എന്നോട് ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരും എന്നെ സമീപിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് എല്ലാവർക്കും, അരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ളത്. എന്തായാലും ഈ ഫാത്തിമ തഹ്ലിയ ജയിക്കുകയാണെങ്കിൽ 3ാമത്തെ MLA ആയിരിക്കും. അതായത് ഈ ഒരു UDF-ന്റെ 3ാമത്തെ MLA ആയിരിക്കും അവർ. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ആശങ്ക
CPM-നുണ്ട്. പല സ്ഥലങ്ങളിലും അവരുടെ വോട്ട് ബാങ്കുകൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് ഈ UDF നിലനിർത്താൻ നോക്കുമ്പോൾ തന്നെ ഒരു പരാജയം തങ്ങൾക്ക് മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചുവിടുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച്, ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു പിന്തുണയുണ്ട്. യുവജനങ്ങളുടെ മാത്രമല്ല, സ്ത്രീകളുടെ ഉണ്ട്. മാത്രമല്ല ഈ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് വലിയ ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമീനൊക്കെ എപ്പോഴും കൂട്ടുപിടിക്കുകയും ഇലക്ഷന് ശേഷം അവരെ കൈവിട്ടുകളയും ചെയ്യുന്ന സ്ഥിരം പരിപാടി LDF ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾക്കൊക്കെ അവർക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം ഞങ്ങളെ കൈവിട്ട് കളയുന്നു, ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കൂടെ നിൽക്കുന്നില്ല തുടങ്ങിയ വിശ്വാസം ജനങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് LDF-ന് വളരെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും.